നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കും ഉണ്ടാകണം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറെ ഒന്നിനും വഴിവെക്കില്ല. അസൂയക്കാരന് ഒരിക്കലും മനസമാധാനം ഉണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെ പോലും ഭയക്കുന്നില്ല. ആരുടെയും ഒന്നും കൈപ്പറ്റാതെ സൂക്ഷിക്കുക. അതെന്തായാലും, സ്നേഹമായാലും കടപ്പാടുകളായാലും ഒരു പക്ഷെ നാളെ അത് നമുക്ക് തന്നെ തിരിച്ചടിയായേക്കാം. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സൂക്ഷിക്കുക. നമ്മുടെ നന്മ കാണാൻ ആരും ഉണ്ടാകില്ല, പക്ഷേ നമ്മുടെ തെറ്റിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും പ്രതീക്ഷ അർപ്പിക്കുക. പ്രതീക്ഷയുണ്ടെങ്കിൽ ജീവിതത്തിൽ നിരാശയുടെ മധുരം നുണയേണ്ടി വരില്ല. നമ്മളെ നമ്മളാക്കി തീർത്തത് സൗഹൃദങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക. അലസതയാണ് നമ്മുടെ ജീവിതത്തെ നിഷ്ക്രിയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സമയം ഉപയോഗപ്രദമാക്കുക. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം. മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾ അതിനെ മറികടക്കുവാനുള്ള ഒരു പാഠം ലഭിക്കും. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. മനസ്സിൽ കള്ളമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി ജീവിക്കുന്നതാണ്. പ്രവൃത്തിയുടെ അളവല്ല, അനുഭവത്തിന്റെ ആഴമാണ് ജീവിതത്തെ സമ്പന്നവും സംതൃപ്തവുമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നത്. നിങ്ങളെ അവിശ്വസിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ അകറ്റി നിർത്തുക. മുൻവിധികൾ ഒന്നുമില്ലാതെ വിജയത്തിലേക്ക് നടന്നു കയറുക. എല്ലാം അറിഞ്ഞവരോ എല്ലാം തികഞ്ഞവരോ ആരുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ അഹങ്കാരം എന്ന കിരീടം ചുമന്നു നടക്കുന്നവരാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.